ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കും, നമ്മൾ വസ്തുക്കൾ കൊടുക്കും, നമ്മൾ ധാരാളം പണം കൊടുക്കും. ഉള്ള രീതിയിൽ നമ്മുടെ രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ അവർക്ക് എന്തെങ്കിലും നല്ല സ്വഭാവ ഗുണങ്ങൾ കൂടി നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെക്കുറിച്ച് അവർ ഓർത്ത് അവർ സന്തോഷിക്കാൻ എന്തെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കണം. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഫാദർ എനിക്ക് തന്നിട്ട് പോയ ഒരു നല്ല ഗുണം, അതായത് എൻ്റെ അച്ഛന് കാഴ്ച മങ്ങി തുടങ്ങിയപ്പോൾ അച്ഛൻ എന്നും രാവിലെ, ഞാൻ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ രാവിലെ പത്രം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം അച്ഛനെ. അപ്പം അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു, ദിവസവും എന്നെ ആ പത്രം വായിക്കാൻ പഠിപ്പിച്ചോടുകൂടി ഇപ്പോൾ ഈ നിമിഷം ഇന്ന് വരെ ഉള്ള ഒരു ദിനചര്യയായിട്ട് ഞാൻ മാറ്റി. എത്ര ജോലി തിരക്കാണെങ്കിലും, എത്ര ഓഫീസിൽ പോകാനുള്ള തിരക്കാണെങ്കിലും, രാവിലെ എണീറ്റാൻ ഉടൻ തന്നെ അന്നത്തെ പത്രം വായിച്ചിട്ടേ ഞാൻ എൻ്റെ ബാക്കി ജോലികളിൽ തുടങ്ങുള്ളൂ. അതൊരു നല്ല ശീലം. അപ്പം ഞാൻ എന്നും എൻ്റെ അച്ഛനെ, അല്ലെങ്കിൽ നമ്മൾ അച്ഛനെ ഓർക്കാതിരിക്കില്ല ഒരിക്കലും, അച്ഛനും അമ്മയൊക്കെ. പക്ഷെ ആ ഒരു നല്ല ശീലം തന്നിട്ട് പോയത് എനിക്ക് ഒരുപാട് അറിവുണ്ടെന്നല്ല പറയുന്നത്, പല 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 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ അങ്ങനെയാണ് പത്രത്തിൽ കൂടെ ഇങ്ങനെ കഴിവുള്ളവർക്ക് റെക്കോർഡ് ബുക്കുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് അറിഞ്ഞു. അങ്ങനെ എനിക്ക് യൂണിവേഴ്സൽ റെക്കോർഡ് കിട്ടാനൊരു ഇടയായതും പല പല റെക്കോർഡ്. അപ്പോൾ നമ്മൾ ഈ ഇതിപ്പോൾ എൻ്റെ ഒരു കാര്യമാണ്, ഇതുപോലെ പല പല കാര്യങ്ങളും നമുക്ക് പത്രപാരായണത്തിൽ കൂടി നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും നല്ലൊരു ഗുണം, ഇതിപ്പോൾ ഞാൻ പത്രം വായിക്കുന്നതാണ് പറഞ്ഞത്, എന്തെങ്കിലും ഒരു നല്ല സ്വഭാവം കൂടി, ഒന്നല്ല രണ്ടല്ല എത്രയാലും കുഴപ്പമില്ല, അതുകൂടി കൊടുക്കാൻ നമ്മുടെ പാരൻസ് ബാധ്യസ്ഥരാണ്. നാളെ വേറൊരു വിഷയവുമായി കാണാം.